സമയമാറ്റത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. എതിർപ്പുള്ളവരുമായി ചർച്ച നടത്തും. ചർച്ച പക്ഷേ തീരുമാനം മാറ്റാനല്ല, അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണെന്നും മന്ത്രി പറഞ്ഞു. ചർച്ചകൾ തുടരുകയാണ്. അതായത് ജിഫ്രി തങ്ങളുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, അവർക്ക് ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അത് തീർക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച അതിനൊരു വേദി തിരുവനന്തപുരത്ത് ഒരുക്കാമെന്നും പറഞ്ഞു. അവരത് സമ്മതിച്ചിട്ടുണ്ട്. ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെയാണ് ഈ സമരത്തിനുള്ള പ്രഖ്യാപനം നടത്താൻ വേണ്ടിയുള്ള കാരണം എന്ന് പറഞ്ഞു. തീരുമാനം മാറ്റാൻ വേണ്ടിയുള്ള ചർച്ചയല്ല, ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ. അനീഷ്, സർക്കാർ ഈ വിഷയത്തിൽ പിന്നോട്ട് പോയി എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മന്ത്രി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇക്കാര്യത്തിൽ ഉറച്ച നിലപാട് തന്നെയാണുള്ളത്. അവർക്കൊരു പരാതി ഉണ്ടായിരുന്നു, ഈ വിഷയത്തിൽ സമസ്തയുമായി ഉൾപ്പെടെ ഒരു ചർച്ച പോലും നടത്തിയില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതി പരിഹരിക്കാൻ, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ തീരുമാനം ഉറച്ചു തന്നെയായിരിക്കും. അതാണോ മന്ത്രി ഉദ്ദേശിക്കുന്നത്? ശ്രീജ, ആദ്യഘട്ടത്തിൽ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ മന്ത്രി സ്വീകരിച്ചിരുന്നു. വിരട്ടാൻ നോക്കേണ്ട എന്നടക്കമുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. തുടർന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കം നേരിട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ ചർച്ച ചെയ്യാനുള്ള സന്നദ്ധത വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചത്. എന്നാൽ ഇന്ന് അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രതികരണത്തിൽ ചർച്ച നടത്തുന്നത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാണ്, മറിച്ച് തീരുമാനത്തിൽ നിന്നും പിന്നാക്കം പോകുന്നതിനായി അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം കൂടുതൽ ശക്തമായി തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സമസ്ത അടക്കം നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഏറ്റവും ഒടുവിലുള്ള നിലപാടിനെ സ്വാഗതം ചെയ്തിരുന്നു. അതായത് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു, ഇതാണ് മാന്യമായ പരിഹാരം എന്ന രീതിയിലൊക്കെ പരാമർശിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ വീണ്ടും വഷളാവുന്നു എന്നാണ് നമ്മൾ സമസ്തയുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാവുന്നത്. കാരണം മുൻവിധികളോടുകൂടി ഒരു തീരുമാനമെടുത്ത ശേഷം അക്കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനായി എന്തിനാണ് ചർച്ച, അത്തരമൊരു ചർച്ചയിലേക്ക് എന്തിനു സംസ്ഥയെ വലിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് സംസ്ഥയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഒരുപക്ഷെ ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം നേതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ഒത്തുതീർപ്പോടുകൂടി ചർച്ച അവസാനിക്കുമെങ്കിൽ കുറച്ചുകൂടെ മാന്യമായ നിലപാടായിരുന്നേനെ. പക്ഷേ ഇതിപ്പോൾ മുൻകൂട്ടി തന്നെ തീരുമാനം മാറ്റില്ല എന്ന് ഉറപ്പിച്ച ശേഷം പിന്നെ എന്തിന് ചർച്ചയ്ക്ക് വിളിക്കുന്നു എന്നൊരു ചോദ്യമാണ് വരുന്നത്. എന്തായാലും ഈ വിഷയങ്ങളടക്കം ചർച്ച ചെയ്യുന്നതിനായി സമസ്തയുടെ ഏകോപന സമിതി യോഗം ഇന്ന് രാവിലെ 11 മണിക്ക് ചേരുന്നുണ്ട്. നേരത്തെ ഈ മന്ത്രി പറഞ്ഞ സാഹചര്യത്തിൽ എന്തൊക്കെ നിലപാട് സ്വീകരിക്കണം എന്ന് ചർച്ച ചെയ്യുന്നതിനായിരുന്നു യോഗം. പക്ഷേ മാറിയ ഘട്ടത്തിൽ മന്ത്രി തന്നെ ഒരു തീരുമാനം വീണ്ടും പറഞ്ഞിരിക്കുന്നു. ആ തീരുമാനം മാറ്റാനല്ല, മറിച്ച് കാര്യങ്ങൾ എതിർക്കുന്നവരെ മനസ്സിലാക്കിക്കാനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മാറ്റിയുള്ള ചിന്ത ഇന്നത്തെ സമസ്ത യോഗത്തിലും ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ തന്നെ വലിയ പ്രതിഷേധത്തിലാണ് ആ സമസ്തയിലെ പല നേതാക്കളും ഉള്ളത്. ചർച്ചയിൽ ആശാവഹമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇത്തരത്തിൽ മറ്റൊരു നിലപാട് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുന്നത്. എന്തായാലും സമസ്തയും വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ സാധ്യത. ശ്രീജ. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.